കോഴിക്കോട് കൂരാച്ചുണ്ടിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് കാട്ടാന ഇറങ്ങിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. കൂരാച്ചുണ്ടിൽ ഇറങ്ങിയ കാട്ടാന പാതിരാത്രി നടുറോഡിൽ അങ്ങനെ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ടാൽ അത് കുഞ്ഞാനയെന്ന് തോന്നും, പക്ഷേ കുഞ്ഞാനയല്ല. അത് കുറച്ച് മുകളിൽ നിന്നുള്ള CCTV ദൃശ്യം അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. റോഡിൽ കൂടെ അങ്ങനെ തേരാപ്പാല നടക്കുകയാണ് രാത്രി. ഇന്ന് ഭക്ഷണം തേടി ഇറങ്ങിയെന്ന് തോന്നുന്നു കൂരാച്ചുണ്ടിൽ. ദീപക് ധർമ്മനാണ് വാർത്തകൾ വിവരങ്ങളും ചേരുന്നത്. ദീപക്, ഇത് കൂരാച്ചുണ്ട് ഒരു പ്രശ്നഭരിത മേഖലയെ മാറുകയാണോ കാട്ടാനകൾ കാരണം? ആഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വന്യജീവി ആക്രമണം അവിടെ രൂക്ഷമാണ്. ഈ കാട്ടാനകൾ കൂട്ടമായി എത്തുന്നു. ഇതിൽ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ അവിടെ രാത്രികാലത്ത് കാട്ടാന ഇറങ്ങുന്നു എന്ന് അവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവിടെ ബെന്നിയുടെ വീട്ടിലെ CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പകർന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, പെരുവണ്ണാമുഴി ഡാമിൻ്റെ റിസർവോയർ നീന്തി കടന്നുകൊണ്ടാണ് ഈ റിസർവ് വനത്തിൽ നിന്നും ഈ കാട്ടാനകൾ നാട്ടിലേക്ക് കൂട്ടമായി എത്തുന്നത്. ഈ ജനവാസ മേഖലയിലാണ് ഇതിപ്പോൾ അതിൻ്റെ തേർവാഴ്ച നടത്തുന്നത്. അത് കൂരാച്ചുണ്ട്, ഓട്ടപ്പാലം, മുണ്ടോപ്പാറ ആ മേഖലകളിലെല്ലാം അവിടെയെല്ലാം തന്നെ കർഷകർ നിരവധി, മലയോര കർഷകർ നിരവധിയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ കാട്ടാനകൾ കൂട്ടമായി എത്തുന്നത്. CCTVയിൽ ഒരാനയുടെ ദൃശ്യങ്ങൾ മാത്രം ആ മേഖലയിലുള്ളത് മാത്രമേ പതിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്നാൽ വിവിധ മേഖലകളിൽ കാട്ടാനകൾ കൂട്ടമായി എത്തി എന്നുള്ളത് ആ പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു. നിരവധി മേഖലകളിൽ കൃഷി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. RRT സംഘം എത്തി തെരച്ചിൽ നടത്തുന്നുണ്ട്, ഡ്രോൺ പരിശോധന ആരംഭിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെയുള്ള ജനങ്ങൾ വളരെ ഭീതിയിലും അസ്വസ്ഥരുമാണ്. രാത്രികാലത്ത് ഉറക്കമില്ലാത്ത രാവുകളാണ് കഴിഞ്ഞ കുറേ ദിവസമായി. പ്രത്യേകിച്ചും ഈ കാലവർഷത്തിൻ്റെ ഭീതി അവർക്കുണ്ട്. അതിനൊപ്പമാണ് ഈ കാട്ടാനകൾ കൂട്ടമായി എത്തുന്നു, വീടിന് നേരെ ആക്രമണം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമാണ് കാട്ടാന വരുന്നത്. മാത്രവുമല്ല, ചില കൃഷിനാശം വരുത്തുകയും അതുപോലെ വീടിൻ്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. കാശ്മീർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.